എല്ലാവർക്കും മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇപ്പോൾ മാമച്ചനും ഗ്രേസിയും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. മാമച്ചനോടായി ഗ്രേസി ആൻറ്റി ബ്രിജിത്താമ്മയ്ക്ക് അവളൊരു വാക്ക് കൊടുത്തിട്ടുണ്ട്. ഒരിക്കലും അക്കാര്യം അവൾ ആരോടും പറയത്തില്ല എന്ന്. അത് കേൾക്കുന്ന മാമച്ചൻ ഇങ്ങനെയൊക്കെ ചെയ്താൽ അത് പറയാതിരിക്കുന്നത് എങ്ങനെയാണ്? ഒരു വാശിക്ക് നമ്മൾക്ക് അങ്ങനെയൊക്കെ തോന്നും. ആ ബാലചന്ദ്ര മേനോൻ ഒരു നല്ല മനുഷ്യനാണെന്നാണ് ഇപ്പോൾ ഗ്രേസി ആൻറ്റി പറയുന്നത്. അദ്ദേഹം ഇതറിഞ്ഞാൽ എന്തായിരിക്കും അവിടെ സംഭവിക്കുന്നത്? ആ മനുഷ്യൻ തകർന്നു പോകും, ആ കുടുംബവും അതോടുകൂടി തകരും. എന്നാലും ഇത് ഭയങ്കര പീഡനമല്ലേ ഗ്രേസമ്മ എന്നാണ് മാമച്ചൻ ഇപ്പോഴും പറയുന്നത്. ആ പെങ്കൊച്ച് അതെങ്ങനെ സഹിക്കും? ഇത്ര നാളും അവൾ എങ്ങനെ അവിടെ പിടിച്ചു നിന്നു? അതോർക്കുമ്പോഴാണ് എനിക്ക് സങ്കടമെന്ന് ഗ്രേസിയാറ്റി പറയുന്നു. എന്തായാലും അവളെ സമ്മതിക്കണം. സ്വന്തം ആങ്ങളെയും കസനും കൂടെ ചേർന്ന് തന്നെയാണ് അവളെ മാനം കെടുത്താൻ ശ്രമിച്ചത്. അതിന് രക്ഷപ്പെടാൻ വേണ്ടി അവൾ തന്നെത്താൻ കത്രികയെ കുത്തിയിട്ടാണ് അന്ന് ആശുപത്രിയിലായത്. ഞാനത് ഇതുവരെ മാമച്ചനോട് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. അല്ല, അപ്പം എനിക്കും അറിയത്തില്ലായിരുന്നു അലീന ആ തള്ളയുടെ മോളാണെന്ന്. ഓ, ആ സംഭവം അപ്പോൾ അങ്ങനെയാണോ നടന്നത്? ഇത് ആരാണ് നിന്നോട് പറഞ്ഞതെന്ന് മാമച്ചൻ? രേവതിക്കുട്ടിയാണ് പറഞ്ഞത്. നമ്മൾ അലീനെ കാണാനായി ഹോസ്പിറ്റലിൽ പോയില്ലേ, അന്നേരം അലീന അവളോട് പറഞ്ഞതാണ്. എന്നിട്ട് അലീന പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്തില്ലേ? സ്വന്തം കുടുംബമല്ലേ, സ്വന്തം ആങ്ങളെയല്ലേ എന്നൊക്കെ കരുതി അവൾ വേണ്ടെന്ന് വെച്ചു. കേട്ടിട്ട് ദേഷ്യം വന്ന മാമച്ചൻ അവളോട് പറ ഇനി അവിടെ നിൽക്കണ്ടെന്ന്. റോഡ് പണിക്ക് പോയാൽ ഇതിലും അന്തസ്സില്ലേ? എല്ലാം കേട്ട ശേഷം മാമച്ചനിപ്പോൾ ഗ്രേസി ആൻറ്റിയുമായി പറയുകയാണ്. എടി, നമ്മുടെ കൂട്ടത്തിൽ ഏതെങ്കിലും ചെറുക്കന്മാർ കല്യാണം കഴിക്കാതെ നിൽപ്പുണ്ടോ? അങ്ങനെയുണ്ടെങ്കിൽ നമുക്ക് അലീനയെ അവർക്കായി ആലോചിക്കാമായിരുന്നു. ഈ സമയം ബാലചന്ദ്രന്റെ വീട്ടിൽ സ്റ്റെയർ കേസ് ഇറങ്ങി പോകുന്ന അലീനയുടെ വരികയാണ് രോഹിത്. അവിടെ നിന്ന് കടന്നു പോകാൻ ശ്രമിക്കുന്ന അലീനയെ തടഞ്ഞു നിർത്തിക്കൊണ്ട് രോഹിത് പറയുന്നു, നീ അമ്മയുടെ അടുത്ത് എല്ലാം പറഞ്ഞു കൊടുത്തല്ലേ? എന്താ ഞാൻ ചെയ്തത് വലിയ തെറ്റായി പോയോ എന്ന് അലീനയും ചോദിക്കുന്നു. നീ പറയത്തില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. നീ നന്നാവുന്ന ലക്ഷണമൊന്നും ഞാൻ കണ്ടില്ലെന്നാണ് അലീനയുടെ ഭാഗം. അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം. കേൾക്കുന്ന രോഹിത്, എന്നെ നന്നാക്കാൻ വേണ്ടിയുള്ള ജോലിക്കല്ല നിന്നെ ഇവിടെ ശമ്പളം കൊടുത്ത് നിർത്തിയിരിക്കുന്നത്. മറുപടിയായി അലീന, നീ നന്നാവുകയോ നന്നാവാതിരിക്കുകയോ ചെയ്യുക, അതൊന്നും എൻ്റെ വിഷയമല്ല. കേൾക്കുന്ന രോഹിത് മറുപടിയായി, പക്ഷെ നീ അമ്മയോട് പറഞ്ഞു കൊടുത്തത് ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ല. അതിനുള്ള ശിക്ഷ നീ അനുഭവിക്കും. ഇത് കേൾക്കുന്ന അലീന മറുപടിയായി, ഇപ്പോഴും പോലീസ് വന്ന് നിന്നെ തൂക്കിയെടുത്തോണ്ട് പോകാൻ എനിക്ക് വെറും ഒരു ഫോൺ കോൾ മാത്രം മതി. ഞാനത് ചെയ്യാതിരിക്കുന്നത് നിന്റെ ഭാവി നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി മാത്രമാണ്. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി നിനക്കില്ലെങ്കിൽ അതിന്റെ ബാക്കി നീ തന്നെ അനുഭവിച്ചു. നീ ആരാണെന്ന് വിചാരിച്ചാണ് ഈ വാചക കസർത്തൊക്കെ എന്ന് അലീനയോട് ചോദിക്കുമ്പോൾ, ഞാൻ ആരാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. പക്ഷെ അത് നിനക്കാണ് അറിയാത്തത്. മാത്രമല്ല അത് അറിയാതിരിക്കുന്നതാണ് നിനക്ക് നല്ലത്. ഇപ്പോൾ രോഹിത് അലീനയോടായി, എൻ്റെ അമ്മ എൻ്റെ മുമ്പിലിരുന്ന് കരഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ 10 ഇരട്ടിയെങ്കിലും നിന്നെക്കൊണ്ട് ഞാൻ കരയിക്കും. നിന്റെ അമ്മ കരഞ്ഞതിൽ കൂടുതൽ നിന്നെ ഓർത്ത് ഞാൻ കരഞ്ഞിട്ടുണ്ട് എന്ന് അലീന. പക്ഷെ അതൊന്നും നിനക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അത് നിന്റെ ഗതികേട്. അല്ല, നീ ആരാ എന്നെ ഓർത്ത് കരയാനായിട്ട്? ഇത് കേൾക്കുന്ന അലീന, അതാ പറഞ്ഞത്, അതറിയാത്തത് നിന്റെ ഗതികേടാണെന്ന്. നിനക്ക് എന്തെങ്കിലും ഒരു പശ്ചാത്താപം ഉണ്ടായിരുന്നെങ്കിൽ, വെറും ഒരു സോറി പറയാനായിട്ട് നിനക്ക് സാധിച്ചിരുന്നുവെങ്കിൽ ഞാൻ ഒരിക്കലും മാഡത്തിനോട് അതൊന്നും പറയില്ലായിരുന്നു. ഇത് കേൾക്കുന്ന രോഹിത്, എനിക്ക് സോറി നിന്നോട് പറഞ്ഞിട്ട് അങ്ങനെ ജീവിക്കേണ്ട. മറുപടിയായി അലീന, എനിക്കിനി നിന്റെ അടുത്തുനിന്ന് കൂടുതലൊന്നും കേൾക്കണ്ട. ഞാൻ നാളെയോ മറ്റന്നാളോ ഇവിടുന്ന് പോകാനിരിക്കുകയാണ്. നീ നന്നായാൽ നിനക്ക് നല്ലതെന്ന് പറഞ്ഞ് അലീന അവിടെ നിന്ന് മടങ്ങുന്നു. ഈ സമയം യാത്രയ്ക്കായി പുറപ്പെടാൻ തയ്യാറാവുകയാണ് രേവതിക്കുട്ടിയും മാമച്ചനങ്കളും ഗ്രേസി ആൻറ്റി. രേവതിക്കുട്ടി റെഡിയായോ എന്നറിയാൻ മാമച്ചനങ്കൾ അവളുടെ മുറിയിലേക്ക് വന്നിരിക്കുകയാണ്. ഈ സമയം പുനലൂർക്ക് ഏത് റൂട്ടിലാണ് പോകുന്നതെന്ന് രേവതിക്കുട്ടി ചോദിക്കുമ്പോൾ, അതെന്താ അങ്ങനെ ചോദിക്കാൻ കാര്യമെന്ന് മാമച്ചനങ്കൾ പറയുന്നു. കൊല്ലം വഴി പോയാലോ എന്ന് രേവതിക്കുട്ടി ചോദിക്കുമ്പോൾ, അതെന്തിനാണ് അങ്ങനെ പോകണമെന്ന് നീ പറയുന്നതെന്നാണ് മാമച്ചനങ്കളിന് അറിയേണ്ടത്. ചിന്നുമോളെ കാണാമല്ലോ എന്നാണ് രേവതിക്കുട്ടിയുടെ ആവശ്യം. അങ്ങനെയെങ്കിൽ നമ്മൾക്ക് തിരിച്ചു വരുന്ന വഴി കൊല്ലം വഴി വരാമെന്ന് പറയുന്നു. കാറിൽ കയറാനായി പുറത്തിറങ്ങിയ ശേഷം ഗ്രേസി ആൻറ്റി രേവതിക്കുട്ടിയോടായി ചോദിക്കുന്നു, എടി, മേക്കപ്പ് കൂടുതലാണോ? ഇത് കേൾക്കുന്ന രേവതിക്കുട്ടി മറുപടിയായി, ഒട്ടുമില്ല, എൻ്റെയോ എന്ന് തിരിച്ചു തിരക്കുന്നു. പിന്നെ നീ നല്ല സുന്ദരി കുട്ടിയായിട്ട് നിൽക്കുമല്ലായിരുന്നു എന്ന് ഗ്രേസി ആൻറ്റി രേവതിക്കുട്ടിയോട്. എൻ്റെ പ്രായത്തിൽ ആൻറ്റി എങ്ങനെ ആയിരുന്നു എന്നാണ് രേവതിക്ക് അറിയേണ്ടത്. നല്ല സ്മാർട്ടായിരുന്നില്ലേ? കേൾക്കുന്ന ഗ്രേസി ആൻറ്റി മറുപടിയായി, പിന്നെ ഞാൻ സ്കൂളിലൊക്കെ നോട്ടപ്പുള്ളിയായിരുന്നു. ആൻറ്റി എന്താണെന്ന് പറഞ്ഞത് മനസ്സിലാക്കാൻ കഴിയാതെ നിൽക്കുന്ന രേവതിക്കുട്ടിയെ ശകാരിച്ച മുഖേന ആൻറ്റി പറയുകയാണ്, ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഭാഷയും അതിൻ്റെ പ്രയോഗവും ഒന്നും തന്നെ അറിയില്ല. രേവതിയോടെ ആൻറ്റി, എടി മോളെ, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഒരു താരമായിരുന്നു. ലോങ് ജമ്പ്, ഹൈ ജമ്പ്, 100 മീറ്റർ, 200 മീറ്റർ, അങ്ങനെ എല്ലാത്തിലും ഞാനായിരുന്നു ഫസ്റ്റ്. നീ പിന്നെ എന്താണ് വിചാരിച്ചത്, ഞാൻ നിസ്സാരക്കാരിയാണെന്നാണോ? ഈ സമയം അവരുടെ ഡ്രൈവറായ ജോസൂട്ടിയോട് യാത്ര പറയുകയാണ്. ഞങ്ങൾ പുനലൂർക്ക് പോവുകയാണ്, വരാൻ കുറച്ച് താമസമുണ്ടാകും. ഓ, ഡ്രൈവർ എന്നുള്ള പേര് മാത്രമല്ലേ ഉള്ളൂ, അല്ലെങ്കിലും എനിക്ക് എന്നെയും എവിടെയും കൊണ്ടുപോകത്തില്ലല്ലോ. അത് ഈ രേവതി വന്നതിന് ശേഷമല്ലേ? കേൾക്കുന്ന രേവതി മറുപടിയായി, അയ്യടാ, ഞാൻ എന്ത് ചെയ്തിട്ടാണ്?
ഞാനല്ലെങ്കിലും വണ്ടി ഓടിക്കാറൊന്നുമില്ല, എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയേമില്ല. ഇയാളുടെ പറച്ചിൽ കേട്ടാത്തൊന്നും ഇയാളുടെ ഡ്രൈവർ ഉദ്യോഗം തട്ടിയെടുത്തത് ഞാനാണ്. എന്റെ ജോസൂട്ടി, നീ എന്തിനാടാ വിഷമിക്കുന്നത്? നിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം കുന്നംകുളത്ത് കൊണ്ടുപോയില്ലേ നേന്ത്രക്കായ മേടിക്കാൻ. ഇങ്ങനെ പോവുകയാണെങ്കിൽ ഡ്രൈവിംഗ് ഞാൻ ചിലപ്പോൾ മറന്നുപോകും. വണ്ടി കഴുകലും തുടക്കലും മാത്രമാണ് എന്റെ പണി. ഇത് കേട്ടു നിന്ന രേവതിക്കുട്ടി തമാശ എന്ന മട്ടിൽ, അല്ല പട്ടിയെ കുളിപ്പിക്കല്. ഈ സമയം അവിടെ ഉണ്ടായിരുന്ന ഗ്രേസി ആന്റി രേവതിക്കുട്ടിയോടായി ഗ്രേസി ആന്റി അടങ്ങിയിരിക്കാനായി ആവശ്യപ്പെടുന്നു. അങ്ങനെ അവരെല്ലാവരും വണ്ടിയിൽ കയറുകയാണ്. ഈ സമയം രേവതിക്കുട്ടി ജോസൂട്ടിയെ കളിയാക്കാൻ വേണ്ടി വീണ്ടും പറയുകയാണ്, കുട്ടിക്കുള്ള ഫുഡ് ഉച്ചയ്ക്ക് തന്നെ കൊടുക്കണേ, ചേട്ടനുള്ള ഫുഡും അവിടെ എടുത്തു വെച്ചിട്ടുണ്ട്, അത് രണ്ടും തമ്മിൽ മാറിപ്പോവല്ലേ. ഇതെല്ലാം കേട്ടിട്ട് ദേഷ്യം വന്നു നിൽക്കുന്ന ജോസൂട്ടിയോട്, ദേഷ്യപ്പെടല്ലേ, നല്ല കുട്ടിയായിട്ടിരിക്കെ, ഞങ്ങൾ തിരിച്ചു വരുമ്പം ചോക്ലേറ്റ് മേടിച്ചുകൊണ്ട് വരാം. ഈ സമയം ബാലചന്ദ്രനും അലീനയും എല്ലാം ഉച്ചയ്ക്കുള്ള ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭക്ഷണം കഴിഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റ ബാലചന്ദ്രൻ അലീനയോടായി പറയുന്നു, എന്റെ റൂമില് ഒരു കത്രിക ഇരിപ്പുണ്ട് പെൻ ഹോൾഡറില്, അതിങ്ങ് എടുത്തോണ്ട് വാ. ഇത് കേൾക്കുന്ന അലീന ചെറുതായിട്ടൊന്ന് ഞെട്ടുന്നു. അലീനയുടെ ഭാവമാറ്റം മനസ്സിലാക്കിയ ബാലൻ നിന്ന് പരുങ്ങാതെ അതിങ്ങ് ചെന്ന് എടുത്തോണ്ട് വരാനായി പറയുന്നു. കത്തിയുമായി ബാലന്റെ അടുത്തേക്ക് നടന്നു നീങ്ങുന്ന അലീന കഴിഞ്ഞ ദിവസം അവിടെ അരങ്ങേറിയ എല്ലാ കാര്യങ്ങളും ഓരോന്നായി ഓർക്കുന്നു. തന്റെ നേരെ ഉപദ്രവിക്കാനായി വന്ന ഹരിയും രോഹിത്തും എന്തൊക്കെയാണ് ചെയ്തതെന്നും അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി താൻ എങ്ങനെയാണ് ആ കത്തി സ്വയം വയറ്റിലേക്ക് കുത്തിയിറക്കിയതെന്നുമെല്ലാം അലീന ഓർക്കുന്നു. ഇപ്പോൾ കത്തി ബാലചന്ദ്രന്റെ നേരെ നീട്ടുകയാണ് അലീന. അലീനയുടെ കയ്യിൽ നിന്നും ആ കത്രിക മേടിച്ച ശേഷം ബാലൻ അവളോടായി പറയുന്നു, ഇത് എന്റെ റൂമില് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന കത്രികയാണ്. രോഹിത്ത് അവിടെ വന്ന് എപ്പോഴും എടുത്തോണ്ട് പോയി. ഇതൊക്കെ മാസങ്ങൾക്ക് മുമ്പ് നടന്ന സംഗതിയാണ്. ഇത് പിന്നീട് തിരിച്ച് എന്റെ കയ്യിലോട്ട് തന്നെ വന്ന വഴി കുറച്ച് ഭീകരമാണ് അല്ലേ എന്ന് അലീനയോട് ചോദിക്കുന്നു. ബാലൻ എല്ലാ സത്യങ്ങളും മനസ്സിലാക്കി എന്നറിയുന്ന അലീന എന്താണ് പറയേണ്ടതെന്നറിയാതെ മടിച്ചു നിൽക്കുകയാണ്. ഇവിടെ എന്തൊക്കെയാണ് നടന്നതെന്ന് ഇപ്പോൾ എനിക്കറിയാം. അവനും എന്നോടൊന്നും തുറന്നു പറഞ്ഞില്ല. നീയെങ്കിലും എന്നോട് എല്ലാം തുറന്നു പറയുമെന്ന് ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ഞാനല്ലേ ഇത് ആദ്യം അറിയേണ്ട ആളെന്നാണ് ബാലൻ അലീനയോട് ചോദിക്കുന്നത്. സമയം അലീന ബാലനോടായി എല്ലാ കാര്യങ്ങളും പറയുന്നു. സാറിനോട് ഞാനിത് പറയണമെന്ന് പലപ്പോഴും വിചാരിച്ചതാണ്, പക്ഷേ എനിക്ക് പറ്റത്തില്ലായിരുന്നു സാർ. ഞാനത് സാറിനോട് എങ്ങനെ പറയും? സാറിൻ്റെ മകനെ പറ്റിയല്ലേ ഞാൻ പറയേണ്ടത്. ഇപ്പോഴും എനിക്കതിന് പറ്റത്തില്ല. സോറി സാർ എന്ന് അലീന പറയുന്നു. കേൾക്കുന്ന ബാലൻ, നീയല്ലല്ലോ സോറി പറയേണ്ടത്, ഞാനല്ലേ. ബാലനെ തടഞ്ഞുകൊണ്ട് അലീന, വേണ്ട സാർ എന്നോട് സോറി പറയില്ലേ, എനിക്ക് സാറ് എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്താണ്. അദ്ദേഹം പറഞ്ഞ അലീനയെ അടുത്തേക്ക് വിളിക്കുകയാണ് ബാലചന്ദ്രൻ. ഇപ്പോൾ അലീനയുടെ തോളിൽ മെല്ലെ കൈവച്ച ശേഷം തൻ്റെ അരികിലേക്ക് ചേർത്ത് നിർത്തി ബാലചന്ദ്രൻ അലീനയോട് മാപ്പ് ചോദിക്കുന്നു. എൻ്റെ മകന് വേണ്ടി എന്നോട് പൊറുക്കണം. അങ്ങനെ അലീനയെ ആശ്വസിപ്പിച്ച് അവിടെ നിന്ന് കടന്നു പോവുകയാണ് ബാലചന്ദ്രൻ. അലീനയോടായി എല്ലാ കാര്യവും പറഞ്ഞ് ആകെ തളർന്നിരിക്കുകയാണ് ബാലചന്ദ്രൻ. അങ്ങനെ ഇരുവരും അവരുടേതായിട്ടുള്ള കാര്യങ്ങൾക്കായി അവിടെ നിന്ന് പോകുന്നു. അലീന അടുക്കളയിലേക്കും ബാലചന്ദ്രൻ സ്വന്തം റൂമിലേക്കും പോകുന്നു. ഈ സമയം ഫോൺ എടുക്കുന്ന ബാലചന്ദ്രൻ എന്തോ ഓർക്കുന്നു. അമ്മയുടെ മുറിയിലേക്ക് ബാലചന്ദ്രൻ വരികയാണ്. അവിടേക്ക് വന്ന ഉടൻ തന്നെ അമ്മയോടായി, അമ്മയുടെ ഫോൺ ഇങ്ങി തന്നെ ഒരു സംഗതി നോക്കാനായിട്ടാണ്. എനിക്ക് സംശയം തോന്നാതിരിക്കാൻ വേണ്ടി അമ്മ ഇതിന്റെ എളുപ്പവഴികളൊക്കെ പഠിച്ചു എന്ന് ബാലേന്ദ്രൻ തിരക്കുന്നുണ്ട്. അലീന ഓരോന്നൊക്കെ കാണിച്ചും പറഞ്ഞും തരുന്നുണ്ട്. പക്ഷെ ഞാൻ പെട്ടെന്ന് അങ്ങ് മറന്നു പോകും. എത്തവണ ആവർത്തിച്ച് ചെയ്താലേ പഠിക്കൂ. അപ്പോൾ ബാലചന്ദ്രനോടായി അമ്മ, എന്റെ കുഞ്ഞെ, ഞാൻ അതിലൊന്ന് തൊട്ടു കഴിഞ്ഞാൽ എതിലേക്കൂടെയൊക്കെയാ പോകുന്നതെന്ന് ദൈവത്തിന് പോലും അറിയില്ല. ദിവസം മനു എന്നെ വിളിച്ചിരുന്നു. അപ്പോൾ കോൾ എടുക്കാനായി ഞാൻ ഫോൺ എടുത്തു. പിന്നീട് ഞാൻ കാണുന്നത് ഇതിൻ്റെ അകത്ത് ഭയങ്കര യുദ്ധം നടക്കുന്നതാണ്. മറുപടിയായി ബാലചന്ദ്രൻ, ടച്ച് ഫോൺ ആകുമ്പോൾ സൂക്ഷിച്ചൊക്കെ ഉപയോഗിക്കണം. അങ്ങനെ ബാലചന്ദ്രൻ ഫോൺ എടുത്ത് ഫോണിന്റെ കോൾ റെക്കോർഡിംഗ് ചെക്ക് ചെയ്യുന്നു. അതിൽ നിന്ന് അലീന ആരൊക്കെയോടാണോ സംസാരിച്ചിട്ടുള്ള ആ ഫോൺ സംഭാഷണം സ്വന്തം വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്യുന്നു. അവസാനം ഫോൺ മുത്തശ്ശിയുടെ കയ്യിൽ തിരിച്ചു കൊടുത്ത ശേഷം, ഞാനിതിലേക്ക് ആന്റിവൈറസ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, ഫോണിന് മറ്റു കുഴപ്പങ്ങളൊന്നും പറ്റാതിരിക്കാനായിട്ട്. മാത്രമല്ല അലീന ഇതിന്റെ എല്ലാ കാര്യങ്ങളും പഠിച്ചോ, അതോ അലീനയ്ക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാനായി പറയണം. ഇത് കേൾക്കുന്ന മുത്തശ്ശി, അവൾ എന്തെങ്കിലും സംശയം വന്നാൽ സാധാരണ കൃഷ്ണമോളോടാണ് ചോദിക്കാറ്. അങ്ങനെ മുത്തശ്ശിയോട് യാത്ര പറഞ്ഞ് ബാലചന്ദ്രൻ മുറിയുടെ പുറത്തേക്ക് പോകുന്നു. ഇപ്പോൾ സ്വന്തം മുറിയിൽ വന്നിരുന്ന ശേഷം ആ കോൾ റെക്കോർഡിംഗ് ചെക്ക് ചെയ്യുകയാണ്. അങ്ങനെ ബാലചന്ദ്രൻ ആ കോൾ റെക്കോർഡിംഗ് കേൾക്കുന്നു. അതിൽ അലീന പറയുന്നു, ഞാൻ ഇത്രയും നാള് ഇതൊക്കെ സഹിച്ചു ക്ഷമിച്ചു നിന്നത് എൻ്റെ അമ്മയും കൂടപ്പിറപ്പുകളുമാണല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ്. കേൾക്കുന്ന ബാലചന്ദ്രൻ ആകെ ഞെട്ടിത്തെറിക്കുന്നു. അങ്ങനെ ആകെ വെപ്രാളപ്പെട്ട് ബാലചന്ദ്രൻ പെട്ടെന്ന് തന്നെ കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കുന്നു.